ഹായ് ഓൾ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉന്നക്കായ എങ്ങനെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഉന്നക്കായ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ പഴം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. പഴത്തിന് ഇതുപോലുള്ള പഴം എടുത്താൽ മാത്രമേ ഉന്നക്കായ നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ തണ്ട് ഭാഗം ഇതുപോലെ പച്ച കളറായിട്ടുള്ള പഴമാണ് നമ്മൾ ഉന്നക്കായക്ക് എടുക്കുന്നത്. ഇതിൽ നിന്ന് ഞാനൊരു 4 പഴമാണ് ഇപ്പോൾ ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഇത് ഇതുപോലെ രണ്ടായിട്ട് മുറിച്ച് ഞാനിത് കുക്കറിൽ ഒരു വിസിലടുപ്പിച്ച് എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിന് കുറച്ച് മാത്രമേ വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. ഒരൊറ്റ വിസിൽ മാത്രമേ നമ്മളിത് പഴം അടിച്ചെടുക്കുന്നുള്ളൂ. ഒത്തിരി നേരം വേവിക്കേണ്ട ആവശ്യമില്ല. ഒരൊറ്റ വിസിൽ കൊണ്ട് തന്നെ നമുക്ക് പഴം വെന്ത് കിട്ടും. ആ ഒരു ടൈം കൊണ്ട് തേങ്ങയുടെ മിക്സ് കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടാതെ 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 3-4 ഏലക്കായ കൂടെ പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ തൊലി ഇടാൻ പാടില്ല. ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മുട്ട ഓപ്ഷണലാണ്. മുട്ട ചേർക്കാതെയും നമുക്ക് ഈ മിക്സ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു മുട്ട ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഇത് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിനകത്ത് ഫസ്റ്റ് നമ്മൾ ഈ കാഷ്യൂസ് നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് റൈസിൻസ് ഇട്ട് ഒന്ന് ഗോൾഡൻ കളർ ആക്കി എടുക്കുന്നത്. രണ്ടും കൂടെ ഒന്നിച്ചിടാൻ പാടില്ല. ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് റൈസിൻസ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഇതൊരു ഗോൾഡൻ കളർ ആയതിന് ശേഷം മാത്രമേ റൈസിൻസ് ഇട്ട് ഇതുപോലെ മൂപ്പിച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഈ ഗീയിൽ നിന്ന് എടുത്തു മാറ്റിയതിന് ശേഷം ഈ ഗീയിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച തേങ്ങ മിക്സ് കൂടെ ചേർത്ത് കൊടുക്കുക. ഈ തേങ്ങയിലേക്ക് നമ്മളൊരു മുട്ട ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഷുഗറൊക്കെ ഈ ചൂട് കൊണ്ട് ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് മുട്ടയും കൂടെ ആഡ് ചെയ്തത് കൊണ്ട് നമ്മൾ കൈ വെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ മുട്ട അവിടെ എവിടെയായിട്ട് കട്ടയായി കിടക്കും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഒന്നിച്ച് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഈ കോക്കനട്ടിൻ്റെ മിക്സ് ഉണ്ടാക്കി കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊണ്ടേയിരിക്കുക. അപ്പോൾ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം. അപ്പോൾ തേങ്ങ ഒന്നിനോട് ഒന്ന് തൊടാത്ത രീതിയിലാകുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ച മിക്സ് ഒന്ന് പൊടിച്ച്, അതായത് കാഷ്യൂസ് ഒന്ന് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് വീണ്ടും ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കോക്കനട്ട് മിക്സ് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കർ ഒരു വിസിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു വിസിൽ അടിക്കുമ്പോൾ തന്നെ പഴം ഇതുപോലെ തൊലി ഇതുപോലെ പൊട്ടിയിട്ടുണ്ടാവണം. അതാണ് അതിൻ്റെ കറക്റ്റ് വേവ്. അപ്പോൾ ചൂടോടുകൂടി തന്നെ നമ്മൾ ഇത് അരച്ചെടുക്കുക കൂടെ ചെയ്യണം. അതാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം. ഈ ഉന്നക്കായുടെ പഴം ചൂടോടുകൂടെ അരച്ചെടുക്കണം. ചൂട് മാറിക്കഴിയുമ്പോൾ ഇത് അരയ്ക്കുമ്പോൾ ഇത് കട്ടയായിട്ടാണ് ഉണ്ടാവുക. അതുപോലെ കട്ടയാവാതിരിക്കണമെങ്കിൽ ഇത് ചൂടോടുകൂടെ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് കുക്കറിൽ ഒരൊറ്റ വിസിൽ മാത്രമേ അടിച്ചെടുത്തിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീം ചെയ്തെടുക്കുക ചെയ്യുന്നത്, ഇഡ്ഡലി തട്ടിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കുക ചെയ്യുന്നത്, അതിന് ഒത്തിരി ടൈം എടുക്കും. കുക്കറിലാവുമ്പോൾ ഒറ്റൊരു വിസിൽ മാത്രമേ അടിക്കേണ്ട ആവശ്യമുള്ളൂ. എന്നിട്ട് 2-3 പഴമായിട്ട് ആദ്യം ഇട്ട് കൊടുത്ത് അരയ്ക്കുക. എന്നിട്ട് വീണ്ടും വീണ്ടും ഇട്ട് കൊടുക്കുക. അല്ലാതെ ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുത്താൽ അരഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ 2-3 എണ്ണമായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ 4 പഴമാണ് എടുത്തിരിക്കുന്നത്. അതിന് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു പഴത്തിന് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്നുള്ള കണക്കിലാണ് നമ്മളിവിടെ ചേർത്തിരിക്കുന്നത്. അല്ലാതെ വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. പഴം മാത്രമാണ് ഇതിനകത്ത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു പഴത്തിന് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്നുള്ള കണക്കിൽ നമ്മൾ ഇട്ട് കൊടുത്ത് അരച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇത് അരഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമ്മൾ തീരെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർത്താൽ ഇതുപോലെ അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അത് ഉരുട്ടിയെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. പഴം സെലക്ട് ചെയ്യുന്നതിലും നമ്മൾ ചൂടോടുകൂടെ അരച്ചെടുക്കുന്നതിലും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതൊരു ചെറുനാരങ്ങ വലുപ്പത്തിലാണ് ഇത് നമ്മൾ ഈ ഒരു മാവ് എടുക്കേണ്ടത്. അപ്പോൾ കയ്യിൽ ആദ്യം എണ്ണ പുരട്ടിയതിന് ശേഷം ചെറിയ ബോളുകളാക്കിയിട്ട് എടുക്കുക. ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ ഇതുപോലെ ഓരോ ഉണ്ടകളാക്കി ഇതുപോലെ
ചെറുതായിട്ട് കൈയുടെ ഉൾവശം വെച്ച് പരത്തിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം കൈ ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് വെക്കുക. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച തേങ്ങയുടെ മിക്സ് നിറച്ച് കൊടുക്കുക. ഒത്തിരി മിക്സ് നിറച്ച് കൊടുക്കാൻ പാടില്ല, അപ്പോഴാണ് പൊട്ടിപ്പോവും. അപ്പോൾ ഇതുപോലെ ഒരു 1.5 ടീസ്പൂണ് മസാല വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇതൊന്ന് അമർത്തി ഇതുപോലെ പൂട്ടിയെടുക്കുക. ഹോള് ഇല്ലാത്ത രീതിയിൽ പൂട്ടിയെടുത്തതിന് ശേഷം കൈവച്ച് സ്മൂത്താക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ കുഞ്ഞു ഉരുളകളാക്കിയിട്ട് പിടിച്ചെടുക്കുക. ഇങ്ങനെ ഇതിപ്പം നമ്മൾ കൈയുടെ ഉൾവശം വെച്ച് ഇതുപോലെ പിടിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ ചെറിയ ഹോളുകൾ ഉണ്ടാവും. അപ്പോൾ ഉള്ളിലുള്ള എയർ ഉണ്ടെങ്കിൽ അത് ആ ഹോളിലൂടെ പുറത്തേക്ക് പോകും. അങ്ങനെ ചെയ്താൽ മാത്രമേ നന്നായിട്ട് ആ ഉള്ളിലുള്ള ഫില്ലിങ് നന്നായിട്ട് അതിനകത്ത് പ്രസ്സായി കിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടൈം ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതുപോലെ ചെറിയ ബോളുകളാക്കി എടുക്കുക. എന്നിട്ട് കൈയുടെ ഉൾവശം വെച്ച് ഇതുപോലെ താഴ്ഭാഗത്തേക്ക് മാത്രം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. മുകൾ ഭാഗം പ്രസ് ചെയ്യാൻ പാടില്ല, അടിഭാഗം മാത്രം പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉന്നക്കായുടെ ആ ഒരു ഷേപ്പ് കിട്ടുക ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടാണ്. അപ്പോൾ നമ്മുടെ കൈയുടെ താഴ്ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഷേപ്പിലുള്ള ഉന്നക്കായ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വലുതും ചെറുതുമായിട്ടുള്ള ഉന്നക്കായകൾ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഉള്ളിൽ ഫില്ല് ചെയ്യുന്ന ഫില്ലിങ് കൂടുതലായി പോകാൻ പാടില്ല. കൂടുതലായി പോയാൽ നമ്മളിതുപോലെ ബോളുകൾ ഉണ്ടാക്കി ഇങ്ങനെ പ്രസ് ചെയ്ത് എടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവും. അപ്പോൾ പൊട്ടിപ്പോയാൽ ഇതുപോലെ ഷേപ്പായിട്ട് കിട്ടില്ല. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു 4 പഴം കൊണ്ട് എനിക്ക് ഒരു 22 ഉന്നക്കായ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് 2 രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ് ഫ്രൈയും ഷാലോ ഫ്രൈയും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിലാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 2-3 എണ്ണ ഇട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു ഗോൾഡൻ കളറാവുന്നവരെ നമ്മളിത് ഫ്രൈ ചെയ്ത് കൊടുക്കണം. ചെറുതായി ഇതുപോലെ ഇളക്കി കൊടുത്ത് മറിച്ചിട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ ഒരു ഭാഗം തന്നെ ചൂട് കൂടുതലായിട്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. കരിഞ്ഞു പോകാൻ പാടില്ല. ഇതൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമ്മളിതിന്ന് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കണം. ഈ ഒരു കളറാണ് ഉന്നക്കായ്ക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. രണ്ടാമത് ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഗീയിലാണ് ചെയ്തെടുക്കുന്നത്. 2 ടേബിൾ സ്പൂണ് ഗീ ഇട്ട് കൊടുക്കുക. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉന്നക്കായ ഇട്ടതിന് ശേഷം ചെറുതായിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുത്ത് എല്ലാ ഭാഗങ്ങളും ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഫ്രൈ ചെയ്യുന്നത് 2 രീതിയിലായതുകൊണ്ട് തന്നെ ഇതിന് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഒന്ന് ഗീയിലും ഒന്ന് വെളിച്ചെണ്ണയിലുമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുപോലെ ഒന്ന് നന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയും ഇത് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ചെറുതായിട്ട് കോട്ട് ചെയ്താണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാണാൻ ഭംഗി ഉണ്ടാവുക ഇതുപോലെ ഗീയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതിനും ഭംഗിയും ഒക്കെ ഉണ്ടാവുക ഗീയിൽ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ രണ്ടും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്കിത് രണ്ടും ട്രൈ ചെയ്ത് നോക്കാം. രണ്ടും ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയായിരിക്കും. രണ്ടും എണ്ണയും വെളിച്ചെണ്ണയും ഗീയും ആയതുകൊണ്ട് തന്നെ രണ്ടിനും 2 ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇത് ഉണ്ടാക്കിയെടുത്ത് കാണാനും ഭംഗി ഉണ്ടാവുക ഗീയിൽ ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 വ്യത്യസ്ത രീതിയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഞാൻ ആവശ്യത്തിന് മാത്രം ഫ്രൈ ചെയ്തെടുത്താണ്. ബാക്കിയുള്ളത് ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ വെച്ച് ഒരു 3-4 ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു റെസിപ്പിയായി കാണാം. ബൈ.